നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ജനാധിപത്യത്തിന്റെ ശ്രീകോവിലിനെ കളങ്കപ്പെടുത്തിയത് ആരാണ്? മാധ്യമങ്ങൾ നിറയെ കള്ളവോട്ട് വിവാദം അലയടിക്കുമ്പോൾ ജനാധിപത്യത്തിനു വേണ്ടി ചോര ചിന്തിയവരുടെ, ജീവൻ ബലി കൊടുത്തവരുടെ എല്ലാം മുഖമാണ് നമ്മൾ ഓർക്കേണ്ടുന്നത്. ഇന്നീ കാണുന്ന ജനാധിപത്യത്തിലേക്ക് രാജ്യമെത്താൻ കോടിക്കണക്കിന് ആളുകൾ അവരുടെ ജീവൻ തന്നെ ബലി കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. അതൊന്നും കസേരയോ ബഹുമാനമോ പണമോ മോഹിച്ചായിരുന്നില്ല. സ്വന്തം നാട്ടിൽ ഒന്ന് ശ്വാസം വിടാൻ പോലും എങ്ങു നിന്നോ വലിഞ്ഞു കയറി വന്ന ഒരു വിഭാഗത്തിന്റെ ആധിപത്യം സ്ഥാപിച്ചവരുടെ സമ്മതം വേണമെന്നത് മനസ്സിലാക്കിയപ്പോൾ അവരെ ഒഴിവാക്കാൻ വേണ്ടി മാത്രമാണ് സ്വന്തം ജീവൻ പോലും നിരവധി ആളുകളെന്ന് ബലി കൊടുക്കേണ്ടി വന്നത്. എന്നാൽ ഞാൻ ഉൾപ്പെടെയുള്ള ഇന്നത്തെ സമൂഹത്തിൽ ചിലർക്കെല്ലാം ആ പോരാട്ട കഥകളൊക്കെ വെറും കെട്ടുകഥകൾ മാത്രമാണ്. ജനാധിപത്യവും ജനാധിപത്യ സംവിധാനവും വെറും തമാശയായി കാണുന്നവരാണ് നമുക്കിടയിൽ ജീവിക്കുന്ന ചിലരൊക്കെ. അത് തെളിയിച്ചു നൽകുന്നതാണ് മാസങ്ങളോളം ഉള്ള തിരച്ചിലിനൊടുവിൽ വെറും 5 മിനിറ്റിൽ രാജ്യസഭയിൽ രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടിയ ആ കള്ളവോട്ട് കൊള്ളയുടെ കഥകൾ. തെറ്റ് ചെയ്തവനെ ചാട്ടവാറ് കൊണ്ടടിക്കുന്നതിന് പകരം അത് തെറ്റെന്ന് ചൂണ്ടിക്കാണിച്ചവനെ തല്ലിച്ചതയ്ക്കുന്നതാണ് നിലനിൽപ്പിന്റെ രാഷ്ട്രീയമെന്ന് മനസ്സിലാക്കുന്ന രീതിയാണ് ഈ അധപ്പതിച്ച വർഗം കൈക്കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ യാഥാർത്ഥ്യം. ഇന്ന് പ്രതിപക്ഷത്തിനെതിരെയും രാഹുൽ ഗാന്ധി എംപിക്കെതിരെയും ശക്തമായി വരുന്ന പ്രതിഷേധങ്ങൾ അതിന്റെ ഒരു ഉദാഹരണം മാത്രമാണ്. പക്ഷേ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവന് ഇന്ന് രാഷ്ട്രീയം നോക്കാതെ രാഹുൽ ഗാന്ധിക്ക് ഒപ്പം അദ്ദേഹത്തിന്റെ നിലവിലത്തെ നിലപാടിനൊപ്പം നിൽക്കേണ്ടി വരും. കാരണം രാഹുൽ ഗാന്ധി ഉന്നയിച്ച കള്ളവോട്ട് കൊള്ളയുടെ കണക്ക് തെറ്റെന്ന് ഇലക്ഷൻ കമ്മീഷൻ പോലും വാദിക്കുമ്പോഴും അതിന്റെ എല്ലാം യാഥാർത്ഥ്യം തെളിവുകളാണ് എതിരില്ലാതെ പുറത്തുവരുന്നത്. കേരളത്തിൽ താമര വിരിയിക്കുന്നു, BJPയുടെ പുതിയ മുഖം തൃശൂർ അങ്ങ് എടുക്കുന്നു എന്നെല്ലാം പറഞ്ഞുകൊണ്ട് തിരഞ്ഞെടുപ്പ് വിജയം ആഘോഷിച്ച സുരേഷ് ഗോപിയും അദ്ദേഹത്തിന്റെ അണികളും, സ്വന്തം സഹോദരനടക്കം അദ്ദേഹത്തിന്റെ ഡ്രൈവർ പോലും ഒന്നിലധികം വോട്ട്, അതായത് കള്ള വോട്ടുണ്ടായിരുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് സുരേഷ് ഗോപിക്കെതിരെ ഇപ്പോൾ ഉയരുന്നത്. സുരേഷ് ഗോപിയുടെ സഹോദരന് ഇരട്ട വോട്ടുണ്ട് എന്ന് സ്ഥിരീകരിക്കുന്നു. സുഭാഷ് ഗോപിക്ക് തൃശൂരിലും കൊല്ലത്തുമായിരുന്നു വോട്ടുകളുള്ളത്. കുടുംബ വീടായ ലക്ഷ്മി നിവാസ് മേൽവിലാസത്തിലാണ് കൊല്ലത്തെ വോട്ട്. ഇരവിപുരം മണ്ഡലത്തിലെ 84-ാം നമ്പർ ബൂത്തിലാണ് വോട്ടുള്ളത്. ക്രമ നമ്പർ 1116 സുഭാഷ് ഗോപിക്കും അതുപോലെ തന്നെ 1114 എന്ന ക്രമ നമ്പറിൽ ഭാര്യ റാണി സുഭാഷിനും വോട്ടുണ്ടായിരുന്നു. എന്നാൽ കൊല്ലത്ത് വോട്ട് ചെയ്തോ എന്ന കാര്യത്തിൽ ഇതുവരെ സ്ഥിരീകരണം വന്നിട്ടില്ല. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ സ്ഥിര താമസക്കാരല്ലാത്തവരെ വോട്ടർ പട്ടികയിൽ ചേർത്തു എന്നാണ് ഇപ്പോൾ കോൺഗ്രസും LDF സ്ഥാനാർത്ഥിയുമായിരുന്ന VS സുനിൽകുമാർ ആരോപിക്കുന്നത്. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ സ്ഥിര താമസക്കാരല്ലാത്തവരെ പോലും വോട്ടർ പട്ടികയിൽ ചേർത്തു എന്നാണ് കോൺഗ്രസും അതുപോലെ തന്നെ LDF സ്ഥാനാർത്ഥിയായിരുന്ന VS സുനിൽകുമാറും ഇപ്പോൾ ആരോപിക്കുന്നത്. സുരേഷ് ഗോപിയുടെ സഹോദരൻ ഉൾപ്പെടെ 11 പേരെ ബൂത്ത് നമ്പർ 116-ൽ 1016 മുതൽ 1026 വരെ ക്രമ നമ്പറിൽ ചേർത്തതായിട്ടാണ് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് ആരോപിക്കുന്നത്. ഇപ്പോൾ പുറത്തു വന്ന പട്ടികയിൽ ഇവരുടെ പേരുകൾ ഉണ്ടായിരുന്നില്ല. തൃശൂരിൽ ഫ്ളാറ്റിൽ കേന്ദ്രീകരിച്ച് കള്ളവോട്ടുകൾ ചേർത്തത് സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിലാണ് എന്നും കോൺഗ്രസും CPIM-ഉം ഒരേപോലെ ആരോപിക്കുന്നുണ്ട്. പൂങ്കുന്നത്തെ ഫ്ളാറ്റിൽ വാടകക്കാർ അറിയാതെ 9 കള്ളവോട്ടുകളാണ് ചേർത്തിരിക്കുന്നത്. സുരേഷ് ഗോപിയുടെ അനുയായിയായ കോട്ടയം സ്വദേശിക്കും തൃശൂരിൽ വോട്ടുണ്ടെന്നത് എന്ന് തെളിഞ്ഞിരിക്കുകയാണ്. തൃശൂരിൽ RSS നേതാവിനും ഭാര്യയ്ക്കും ഇരട്ട വോട്ടാണെന്നാണ് ആരോപണം ഉയരുന്നത്. തൃശൂരിൽ വോട്ടർ പട്ടികയിൽ വ്യാപക ക്രമക്കേട് എന്ന ആരോപണം ശക്തമായി കൊണ്ടിരിക്കുകയാണ് ഈ വിവരങ്ങളൊക്കെ പുറത്തു വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. BJP പ്രാദേശിക നേതാവ്, ഭാരതീയ വിചാര കേന്ദ്രം സെക്രട്ടറി, യോഗ അധ്യാപകൻ എന്നീ നിലകളിൽ പ്രവർത്തിക്കുന്ന KR ഷാജി, ഭാര്യ C ദീപ്തി എന്നിവർക്ക് ഇരട്ട വോട്ടെന്നാണ് റിപ്പോർട്ടുകൾ. ഇരുവർക്കും ആലത്തൂർ മണ്ഡലത്തിലായിരുന്നു വോട്ട്. ഇരുവരുടെയും വോട്ട് തൃശൂർ മണ്ഡലത്തിലും ചേർത്തു എന്നുള്ളതാണ് ആരോപണം. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് V ഉണ്ണികൃഷ്ണനെതിരെയും ഇരട്ട വോട്ട് ആരോപണം ഉയരുന്നുണ്ട്. മലപ്പുറം ജില്ലയിലെ വോട്ടറായ V ഉണ്ണികൃഷ്ണന് തൃശൂരിൽ വോട്ട് ചേർക്കുകയും അത് വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള ആരോപണം ശക്തമാകുന്നു. തൃശൂരിലെ BJP പ്രാദേശിക നേതാവ് ഹരിദാസിനെതിരെയും ഇത്തരത്തിലുള്ള ഇരട്ട വോട്ട് ആരോപണം ഉയരുന്നുണ്ട്. ആലത്തൂർ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന വേലൂർ, തൃശൂർ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന പൂങ്കുന്നം എന്നിവിടങ്ങളിൽ വോട്ടുണ്ട് എന്നാണ് ആരോപണം. തൃശൂരിൽ വ്യാപകമായ വോട്ട് ചേർക്കപ്പെട്ടു എന്ന് ആരോപണം ഉയർന്ന ക്യാപിറ്റൽ വില്ലേജ് എന്ന മേൽവിലാസത്തിൽ തന്നെയാണ് ഹരിദാസിനും വോട്ടുള്ളത്.
സംഭവത്തിൽ ഹരിദാസ് നിഷേധം അറിയിച്ചിട്ടുണ്ട് എങ്കിലും അത് മറ്റാരോ ചേർത്തതായിരിക്കണം എന്നുള്ളൊരു സംശയം കൂടെ അയാൾ പറയുന്നുണ്ട്. അതായത് അങ്ങനെ ഒരു കള്ളവോട്ട് ഉണ്ടാകണം അല്ലെങ്കിൽ ഇരട്ട വോട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ചെറിയൊരു സൂചന അദ്ദേഹത്തിനും കിട്ടിയിട്ടുണ്ട് എന്ന് സാരം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2 മണ്ഡലത്തിലും വോട്ട് ചെയ്യാൻ സാധിച്ചില്ലെന്നും ഹരിദാസ് പറയുന്നു. കോൺഗ്രസ് നേതാവും ലോക്സഭാ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾക്ക് പിന്നാലെയാണ് തൃശൂരിലും ഇത്തരത്തിലുള്ള വിവാദങ്ങൾ ശക്തമാകുന്നത്. തൃശൂരിൽ വ്യാപകമായി വോട്ടുകൾ ചേർക്കപ്പെട്ടതായി LDF സ്ഥാനാർത്ഥിയായിരുന്ന VS സുനിൽകുമാർ ആരോപിക്കുന്നു. അത് മാത്രമല്ല, തൃശൂരിൽ കള്ളവോട്ട് നടന്നെന്ന ആരോപണവുമായി കഴിഞ്ഞ ദിവസം വീട്ടമ്മ രംഗത്തെത്തിയപ്പോൾ അവരുടെ ലിസ്റ്റ് പരിശോധിച്ചപ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യം കൂടെയുണ്ട്. ആ പേരുകളുടെ കൂട്ടത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രിയപ്പെട്ട ഡ്രൈവറുടെ പേരും ഉണ്ടായിരുന്നു. തൃശൂരിലെ ക്യാപിറ്റൽ വില്ലേജ് അപ്പാർട്ട്മെന്റിൽ തന്റെ മേൽവിലാസത്തിൽ 9 കള്ളവോട്ടുകളുണ്ട് എന്ന് വീട്ടമ്മയായ പ്രസന്ന പറയുമ്പോൾ അതിൽ ഒന്ന് സുരേഷ് ഗോപിയുടെ ഡ്രൈവറായിരുന്നു. കള്ളവോട്ട് നടത്തിയവരിൽ ഒരാൾ സുരേഷ് ഗോപിയുടെ ഡ്രൈവറായ S അജയകുമാർ ആണ് എന്നാണ് അന്വേഷണത്തിൽ തെളിഞ്ഞിരിക്കുന്നത്. പൂങ്കുന്നത്തെ ഫ്ളാറ്റിൽ താമസിക്കാതെയാണ് തിരുവനന്തപുരം സ്വദേശിയായ അജയ് കുമാർ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഇടം പിടിച്ചിരിക്കുന്നത് എന്നുള്ളത് പറയുമ്പോൾ അവിടെ കള്ളവോട്ടിന്റെ സാന്നിധ്യം തന്നെയാണ് വ്യക്തമാകുന്നത്. ഇയാളുടെ വോട്ട് തിരുവനന്തപുരത്താണ് എന്നാണ് അന്വേഷണത്തിന്റെ റിപ്പോർട്ട്. വോട്ടർ ID നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഈ കണ്ടെത്തലുകൾ എത്തിയത്. ക്യാപിറ്റൽ വില്ലേജ് ഫ്ളാറ്റിലെ C4 താമസക്കാർക്ക് പോലും ഇയാളെ അറിയില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അജയകുമാറിന്റെ പോളിംഗ് ബൂത്ത് തിരുവനന്തപുരം ശാസ്തമംഗലത്തെ NSS ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു. തിരുവനന്തപുരത്തുള്ള അജയ്കുമാറിന്റെ ഒരു അയൽവാസിയും ഇയാൾ തിരുവനന്തപുരത്തുകാരനാണ് എന്ന് സ്ഥിരീകരിച്ചു കഴിഞ്ഞു. വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും പോളിംഗ് സ്റ്റേഷൻ ശാസ്തമംഗലം തന്നെയാണ്. ഇത്തരത്തിലാണ് കാര്യങ്ങളുടെ കിടപ്പ്. രാഹുൽ ഗാന്ധി നടത്തിയ അന്വേഷണം റിപ്പോർട്ട് അത് പൂർണ്ണമായും ശരിയാണ് എന്ന് പറയാൻ ആളല്ല എങ്കിൽ പോലും ഇന്ത്യയിലെ ദരിദ്ര വിഭാഗത്തിന്റെ ഏറ്റവും വലിയ കച്ചിത്തുരുമ്പ് അല്ലെങ്കിൽ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്ന വോട്ട്, അതിനെയാണ് ഇവിടെ ഇത്തരക്കാർ വിലക്കെടുത്തിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ജനാധിപത്യ വിശ്വാസികൾ ഇതിനെതിരെ സംസാരിക്കേണ്ടതുണ്ട്. ഇതിന്റെ തെളിവുകൾ, ഇതിന്റെ ന്യായങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. വോട്ട് മോഷണ ആരോപണവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം നടത്തിയ പ്രതിഷേധ മാർച്ചിനിടെ രാഹുൽ ഗാന്ധി നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ വസ്തുതാപരമായി തെറ്റാണ് എന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുമ്പോഴും ഇത് തെളിയിക്കുന്നതിന്റെ അല്ലെങ്കിൽ ഇത് ശരിയാണ് എന്ന് വ്യക്തമാക്കുന്നതിന്റെ ചില സൂചനകളാണ് പുറത്തു വരുന്നത്. ഇത് ഭരണഘടന സംരക്ഷിക്കാനുള്ള പോരാട്ടം എന്ന രാഹുൽ ഗാന്ധിയുടെ പ്രഖ്യാപനം കൂടെ വരുമ്പോൾ അതിനൊപ്പം നിൽക്കേണ്ടുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. കാരണം കേരളത്തിൽ ഉൾപ്പെടെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും വലിയ വോട്ട് കൊള്ള നടന്നിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം.